അതുകൊണ്ട് തന്നെ നാട് ചുട്ടുപഴുക്കുമ്പോൾ അടിക്കടി വൈദ്യുതി മുടങ്ങുന്നതിനെ പവർ കട്ടെന്ന് സമ്മതിക്കാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല. അമിത ഉപയോഗം മൂലമുള്ള പവർ റെസ്ട്രിക്ഷൻ എന്നാണ് KSEBയുടെ വാദം. പീക്ക് അവറിലെ ഉപഭോഗം നിയന്ത്രിക്കാൻ ജനത്തോട് അഭ്യർത്ഥനയും വന്നു കഴിഞ്ഞു. ഇതിനിടെ പുറത്തുനിന്നും കൂടുതൽ വൈദ്യുതി വാങ്ങാനുള്ള നീക്കം നടക്കാതെ പോകുന്നതും KSEBക്ക് തിരിച്ചടിയായിട്ടുണ്ട്. അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ജനത്തോടുള്ള വെല്ലുവിളിയാണെന്ന് വിമർശിക്കുകയാണ് പ്രതിപക്ഷം. ഇതാണോ പിണറായി വിജയൻ മുതൽ സൈബർ പോരാളി വരെ തെരഞ്ഞെടുപ്പ് കാലത്ത് കെട്ടിപ്പൊക്കിയ പവർ കട്ടില്ലാത്ത കേരളമെന്ന് പരിഹാസത്തോടെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതിസന്ധിയിലേക്ക് എത്തിച്ചതിന് പിന്നിൽ അഴിമതിയാണെന്ന ആരോപണവുമുണ്ട്. ഇനിയും പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ നാടും സർക്കാരും ഒരുപോലെ വിയർക്കും. ഇരുട്ടിൽ നിർത്തുന്നു എന്നതാണ് ചോദ്യം. അതിഗംഭീരമായിട്ടുള്ള ഒരു ഇൻട്രോ എന്ന് നമുക്ക് ഇതിനൊക്കെ പറയേണ്ടി വരും. സ്മൃതിയുടെ ഇപ്പോഴത്തെ ഈ പുതിയ സമയത്തുള്ള ഇൻട്രോകളൊക്കെ ഭയങ്കര രസകരമാണ്. എന്തൊക്കെ തന്നെയായാലും ഇൻട്രോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഇപ്പോൾ നിലവിലുള്ള സർക്കാരിനെ ഒന്ന് വിമർശിച്ച് ഒന്ന് തോണ്ടിയിട്ട് പോകും എന്നുള്ളത് കൃത്യമാണ്. ഒരുപക്ഷെ അരുൺകുമാറിനോടൊന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ MD ഉണ്ടല്ലോ ആന്റോ അഗസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താണ് ഈ പവർ കട്ടെന്നും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി എന്തിന്റെ ഭാഗമായിട്ടാണെന്നും ഒക്കെ അറിയാം. ഇന്നലെ നമ്മുടെ മലപ്പുറം ജില്ലയിലടക്കം രാത്രി 11 മണിയോ 12 മണിയോ ആകുമ്പോഴേക്ക് ഒന്ന് കറണ്ട് പോയായിരുന്നു. 15 മിനിറ്റാണ് എൻ്റെ ഒരു ഓർമ്മ. ട്രിപ്പ് ആവുക എന്നൊക്കെ പറയും. കൂടുതൽ ഓവർ ലോഡ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ കറണ്ട് പോകും. ഇതിനെ കറണ്ട് കട്ട് എന്ന് വിളിക്കാൻ പാടുമോ, ഇനിയിപ്പോൾ അതിന് ട്രിപ്പ് ആവുക എന്നുള്ള സംഗതിയാണ് പറയേണ്ടത്, അതോ ഇത് നിയന്ത്രണം എന്നാണ് ഇതിനൊക്കെ വിളിക്കേണ്ടത് എന്നൊക്കെയുള്ള ഭയങ്കര കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. എന്താണ് എന്നതിനെ കുറിച്ച് മന്ത്രിയോട് തന്നെ നമ്മുടെ സ്മൃതി പരുത്തിക്കാട് ചോദിക്കുന്നുണ്ട്. മന്ത്രി കൂടാതെ തന്നെ എൻ്റെ നാട്ടുകാരനായിട്ടുള്ള അസീസ് ഖാൻ, മുല്ലപ്പൂ അസീസ് ഖാൻ എന്നൊക്കെ പറയും, ഒരു ഗംഭീര ബിസിനസ്മാനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വർത്തമാനമുണ്ട്. പക്ക വൃത്തിയായിട്ട്, എന്താ പറയുക, ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ കൂടി ആ വീഡിയോ കൂടി കാണിച്ചു തന്നിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുള്ളൂ. എന്തായാലും ആദ്യം നമുക്ക് സ്മൃതിയുടെ വർത്തമാനം കേൾക്കാം. ഭയങ്കര താളമാണ്. ഇതിനിടയിൽ രാത്രി കറന്റ് പോകുന്നത് തുടർച്ചയാകുന്നുണ്ട്. ഈ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ലോഡ് ഷെഡിംഗ് നടപ്പാക്കിയതാണോ? സംസ്ഥാന വ്യാപകമായി ഇതിന് ഉത്തരം പറയുന്നത് അദ്ദേഹം എഴുതി കൊണ്ടുവന്നൊരു സാധനം വായിക്കലാണ് കേട്ടോ. മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഏർപ്പെടുത്തേണ്ട സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. സംസ്ഥാന വ്യാപകമായി വൈദ്യുതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താതെ തന്നെ മുന്നോട്ട് പോകാൻ കേരളത്തിന് സാധിക്കുമെന്ന വസ്തുതയാണ്. സംസ്ഥാന വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി കുതിച്ചുവരാൻ നിരവധി കാരണങ്ങളുണ്ട്. ഒന്ന്, പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലുണ്ടായ ഊർജ്ജ പ്രതിസന്ധി മൂലം പാചകവാത ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായിട്ടുണ്ട്. ഇത് ഇഞ്ചക്ഷൻ കുക്കറുകളുടെ വ്യാപനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ഇഞ്ചക്ഷൻ കുക്കറുകളുണ്ടായ വിൽപ്പന വർധനവ് പരിശോധിച്ചാൽ തന്നെ ഇത് ബോധ്യമാകും. ഇതുവരെ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് ഉള്ളൊരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വൈദ്യുതി ട്രിപ്പ് ആവുന്നുണ്ട് കേരളത്തിൽ. സത്യമാണ്, ഒരു സംശയമില്ല. എന്തുകൊണ്ട് എന്ന് നമ്മൾ അന്വേഷിക്കണ്ടേ? നോക്കൂ, കഴിഞ്ഞ മാസം ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ കറണ്ടാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക വീടുകളിലും ഗ്യാസ് കിട്ടാതായപ്പോൾ ഇൻഡക്ഷൻ കുക്കറിലേക്ക് കടന്നു. ഈ ഇൻഡക്ഷൻ കുക്കർ വെറുതെ അങ്ങോട്ട് കത്തൊന്നുമില്ലല്ലോ, കറണ്ടിന് കുത്തണ്ടേ, അത് വർക്ക് ചെയ്യാൻ കറണ്ട് വേണ്ടേ? ഇങ്ങനെ ഓരോ വീട്ടിലും ഇൻഡക്ഷൻ കുക്കർ വന്നിരിക്കുന്നു. നിലവിലില്ലാത്തൊരു സാഹചര്യമാണ്, നിലവിലില്ലാത്തൊരു വൈദ്യുതി ഉപയോഗമാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഈ പറയുന്ന ഞാൻ തന്നെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു EV കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ്. സ്വാഭാവികമായിട്ടും ഇത് ചാർജ് വേണം, കുത്തിവെച്ചിട്ടുണ്ട്. ഇതിന് അതിൻ്റേതായിട്ടുള്ള കറണ്ട് ഇതിന് ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ രാത്രി കുത്തുന്നില്ല ഇപ്പോൾ, കാരണം കൂടുതൽ ചാർജ് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് പകലിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നു. ഇങ്ങനെ എല്ലാ തരത്തിലും വൈദ്യുതി ഉപയോഗം കൂടിക്കഴിഞ്ഞാൽ നിലവിലുള്ള ഉപയോഗത്തെക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പരിസര പ്രദേശത്തുള്ള ട്രാൻസ്ഫോമറുകളൊക്കെ ട്രിപ്പ് ആവുക എന്ന് പറയുന്ന പ്രവൃത്തിയിലേക്ക് എത്തും. നമ്മുടെ വീട്ടിൽ തന്നെ ഇടയ്ക്ക് ട്രിപ്പ് ആവും. എങ്ങനെ ട്രിപ്പ് ആവുന്നത്? അളവിൽ കൂടുതൽ വൈദ്യുതി കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് താങ്ങാൻ കഴിയില്ല, ട്രിപ്പ് ആവും. പിന്നെ അത് പഴയിലേക്ക് എത്തിക്കാനുള്ള സമയമുണ്ട്. ഇതേ ഒരു സമയകാല വ്യത്യാസം 10-15 മിനിറ്റ് തന്നെയാണ് നമ്മുടെ കേരളത്തിലും പലയിടത്ത് നടക്കുന്നുള്ളൂ എന്ന് മന്ത്രി പറയുന്നു. പക്ഷെ ഇതൊന്നും വ്യക്തമാവില്ല നമ്മുടെ സ്മൃതി പരുത്തിക്കാട് അടക്കമുള്ള ആളുകൾക്ക്. വിൽപ്പനയിൽ ഏറ്റവും കൂടുതൽ വർധന
വർധന രേഖപ്പെടുത്തുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. വൈദ്യുതി വാഹനങ്ങൾ രാത്രികാലങ്ങളിൽ ചാർജ് ചെയ്യുമ്പോൾ വൈദ്യുതി ഉപയോഗം കുതിച്ചുയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലെ ചൂട് ക്രമാതീതമായി ഉയർന്നത് എയർ കണ്ടീഷണറുടെ വിൽപ്പനയിലും ഉപയോഗത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ വെച്ച് 6195 മെഗാവാട്ടിൻ്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇക്കാരണങ്ങൾ വൈദ്യുതി ഉപയോഗം സംസ്ഥാനത്ത് കുതിച്ചുയരുന്നുണ്ട്. വൈദ്യുതി ആവശ്യകത കുതിച്ചു വരുമ്പോൾ ഉയർന്ന സമ്മർദ്ദം താങ്ങാനാവാതെ ചില പ്രസരണ ലൈനുകൾ ട്രിപ്പാകുന്ന സ്ഥിതിവിശേഷം രാത്രികാലങ്ങളിൽ ചെറിയ ഇടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ പരമാവധി 15-20 മിനിറ്റിനകം വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ KECBക്ക് കഴിയുന്നുണ്ട്. ഇതാണ് ഇന്നലെ മന്ത്രി പറഞ്ഞ സംഗതി. ഒരുപക്ഷെ അദ്ദേഹം പോലും ഇതിന്റെ ഒരു യാഥാർത്ഥ്യ കാരണങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പറയാ. അദ്ദേഹം പോലും അത് വൃത്തിയായിട്ട് പറഞ്ഞിട്ടില്ല. വൃത്തിയായിട്ട് എന്തുകൊണ്ടാണ് ഇവന്മാർക്കൊന്നും ഇത് പറയാൻ സാധിക്കാത്ത എന്നാണ് എൻ്റെ ഒരു കൺഫ്യൂഷൻ കേട്ടോ. ഇനി അത് വൃത്തിയായിട്ട് പറയുന്ന അബ്ദുൽ അസീസ് മുല്ലപ്പൂ എന്ന് പറയുന്ന ഒരാളുണ്ട്. അബ്ദുൽ അസീസ് അദ്ദേഹം ഇത് കൃത്യമായിട്ടും ഏതൊരു സാധാരണക്കാരനും പച്ച മലയാളത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. കൃത്യമായിട്ട് കേൾക്കണേ, എന്നിട്ട് മതി നെഞ്ചത്ത് കയറാൻ. അതെ, നമ്മുടെ വീട്ടിലെ DBയില് കണക്റ്റഡ് ലോഡ് എത്രയാ നോക്കാൻ മതി. അതായത് ഇതില് DBയിലെ മെയിൻ ഉണ്ടല്ലോ, ഈ മെയിനില് അതിന്റെ മെയിൻ കേബിളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഇവിടെ ഷെഡ്യൂൾ വെച്ചിട്ടുണ്ടാവും. ഷെഡ്യൂളിലുണ്ടാവും എത്ര കണക്റ്റഡ് ലോഡ് ആണ്. അതിനകത്ത് ഈ ടോട്ടൽ കണക്റ്റഡ് ലോഡ് 18.21 കിലോവാട്ടാണ് അതിന്റെ മെയിൻ. കണ്ടില്ലേ, ഇദ്ദേഹം പറഞ്ഞു തുടങ്ങുകയാണ് ഓരോ വീടിന് ഇങ്ങനെ ഒരു കണക്റ്റഡ് ലോഡ് ഉണ്ടാവും. അതായത് നമ്മുടെ വീട്ടിൽ എത്ര വരെ നമുക്ക് വൈദ്യുതി ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഒരുപക്ഷെ അതൊന്ന് പരിശോധിച്ചാൽ കിട്ടുന്നുണ്ടായിരിക്കും. കേൾക്കാം. കേബിള് 25-ന്റെ കേബിളാണ്. ഓരോ യൂണിറ്റ് ഒക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ എന്താ സംഭവം എന്ന് വെച്ചാല് കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും കൂടെ തലകുത്തി പറയാണ് ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ല, അതാണ് ഇതാണ്, ഓവർലോഡാണ്, കട്ടിംഗ് ആണ്, ലോഡ് ഷെഡിങ് ആണ്. ഇതൊക്കെ പറയുമ്പോ ഒരു ചോദ്യം ഇന്നലെ കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ പോലും കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ പോലും പറയുന്നില്ല. അതായത് ഓരോരുത്തരുടെ വീട്ടിലെ കണക്റ്റഡ് ലോഡ് എന്താണ്, ആ കണക്റ്റഡ് ലോഡിന്റെ എത്ര മടങ്ങാണ് അവർ ഉപയോഗിക്കുന്നത്. മിക്കവാറും നാട്ടിലെ എല്ലാ വീടുകളും ഒരു 1.5, 2.5 കിലോവാട്ട് ലോഡിലാണ് കണക്റ്റഡ് ലോഡ്. എന്നിട്ട് 4 AC, 3 AC, 2 AC ആണ് വെച്ചുള്ളത്. ശരിക്കും KECB ഉദ്യോഗസ്ഥര് ഓരോ വീട്ടിലും കയറി ഇറങ്ങിയാല് എല്ലാ വീടിന്റെയും കണക്ഷൻ കട്ട് ചെയ്യാം. പറഞ്ഞ ഡിക്ലെയർഡ് ലോഡിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്ന വീടിന്റെ കണക്ഷൻ കട്ട് ചെയ്യാണെങ്കിൽ ബ്രേക്ക് ട്രിപ്പ് ചെയ്യും. അല്ലെങ്കിൽ ബ്രേക്ക് അല്ല ഫ്യൂസ് ആണെങ്കിൽ ഫ്യൂസ് കുറച്ചുകൂടെ ഓവർലോഡ് എടുക്കും. ആ ഓവർലോഡ് എടുക്കുമ്പോ ട്രാൻസ്ഫോമർ ഓവർലോഡ് ആവും. അപ്പൊ പിന്നെ ഹൈ വോൾട്ടേജ് ലൈനിൽ വരുന്ന 11 kV ലൈനില് അവിടെ ട്രിപ്പിംഗ് മെക്കാനിസം ഉണ്ട്, അത് ട്രിപ്പ് ആവും. അപ്പൊ ഇത് മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒരു ചാനലില് ഏതെങ്കിലും ഒരു റിപ്പോർട്ടർ ഇത് ചോദിക്കാം, അത് ചോദിക്കണില്ല. ഇല്ല ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ ഇത് പറയാം, അതും പറഞ്ഞില്ല. ഇന്നലെ ഞാൻ ആലോചിച്ചപ്പോ നമ്മുടെ ഈ ഫ്ലാറ്റില് 18 കിലോവാട്ടാണ് കണക്റ്റഡ് ലോഡ്. 18 കിലോവാട്ട്. നമ്മുടെ നാട്ടില് ഇതിപ്പോ 2 ബെഡ്റൂം ഫ്ലാറ്റാണ്. ഇവിടെ 18 കിലോവാട്ടാണ്. നമ്മുടെ നാട്ടിൽ 5 ബെഡ്റൂം ഒക്കെ ഉള്ള വലിയ വീടുകളില് 2.5 കിലോവാട്ട് 3 കിലോവാട്ടൊക്കെ കണക്റ്റഡ് ലോഡ് ആയിട്ട് കാണിച്ചില്ലേ. എന്നിട്ട് വീട്ടിൽ നിറച്ച് AC വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് 3 ഫേസ് ആയാലും സിംഗിൾ ഫേസ് ആയാലും ഓടലാണ്. ആർക്കും ചൂട് സഹിക്കാൻ പറ്റണില്ല. ചൂട് സഹിക്കാൻ പറ്റാത്തവര് കണക്റ്റഡ് ലോഡ് കൂട്ടിയിട്ട് അഡീഷണൽ ലോഡിന് അപേക്ഷ കൊടുക്കണം. അങ്ങനെ അഡീഷണൽ ലോഡ് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെക്ടറിലുള്ള മൊത്തം വീടുകൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ 50-100 കിലോവാട്ട് അഡീഷണൽ ലോഡ് വേണ്ടി വരും. ആ അഡീഷണൽ ലോഡ് എവിടെ റിക്വസ്റ്റ് ചെയ്യാം? KECBക്ക് ട്രാൻസ്ഫോമർ അപ്ഗ്രേഡ് ചെയ്യാം, ഇൻകമിംഗ് കേബിൾസ് അപ്ഗ്രേഡ് ചെയ്യാം. അങ്ങനെ എന്തൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ട് വേണം ഇത് എടുക്കാൻ. അല്ലാണ്ട് ഒരു AC പിക്കപ്പിൽ കൊണ്ടുപോയിട്ട് 10 ടണ്ണ് കല്ല് കയറ്റി വെച്ചിട്ട് ഇത് വലിക്കണില്ല എന്ന് പറഞ്ഞ മാതിരിയാണത്. അത് മനസ്സിലാക്കട്ടെ. കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ എന്നല്ല പറയേണ്ടതാണ്. സ്മൃതി ഇങ്ങനെ ചോദിക്കുകയാണ് ചോദ്യം. ജനങ്ങൾ ചൂടെടുത്ത് വലയുന്നു. എവിടെയാണ് ജനങ്ങൾ ചൂടെടുത്ത് വലയുന്നത്? അവനവന്റെ വീട്ടിൽ കണക്റ്റഡ് ലോഡ് 1.5 കിലോവാട്ടും 2 കിലോവാട്ടും വെച്ചിട്ട് ജനങ്ങൾ ചൂടെടുത്ത് വരികയാണ്. കണക്റ്റഡ് ലോഡ് കൂടുതൽ റിക്വസ്റ്റ് ചെയ്താൽ KECBക്ക് അത് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇന്നാണ് ഇപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾക്കത് കൃത്യമായിട്ടൊക്കെ മനസ്സിലാവാൻ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഇദ്ദേഹം വിശദീകരിക്കാറുണ്ട്. ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾക്ക് അബ്ദുൽ അസീസ് മുല്ലപ്പൂ എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് കിട്ടും. പോയി കേൾക്കുക, കാണുക. ഒരു പക്ഷേ
സ്മൃതി പരുത്തിക്കാടിന് ഇത്തവണ ഏറ്റവും നല്ല ഭംഗിയായിട്ട് ഉത്തരം കൊടുത്തത് തീർച്ചയായിട്ടും നമ്മുടെ വൈദ്യുതി മന്ത്രി ഒന്നല്ല, അത് അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇതിന് കാണിച്ചു കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.